ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ട് നോക്കി എങ്ങനെ നല്ല രീതിയിൽ ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അത് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡിംഗ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് 5-ാം തീയതിയിലത്തെ ചാർട്ടാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് ആയിരുന്നു ഒന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ വെച്ച് ഈ ലെവൽസ് ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ടൂൾ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പാരലൽ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു ടൂൾ കിട്ടുന്നതാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ ആണ്. ആ ഒരു ഓപ്പൺ പ്രൈസിൻ്റെ ഹൈ മുതൽ ജസ്റ്റ് നമുക്കൊന്ന് ആ ഒരു ട്രെൻഡ് ലൈൻ പോലെ മാർക്ക് ചെയ്യാനുണ്ടോ. അത് ജസ്റ്റ് താഴേക്ക് കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ഈ ലോകൾ നമ്മൾ കണക്ട് ചെയ്യുന്ന രീതിയിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു പാരലൽ ചാനലിനുള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് ലെവലും സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം. ഇനി മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ചു കയറിക്കുന്നത്. അപ്പോൾ ഇത് സപ്പോർട്ടാണ്. അപ്പോൾ അതും മാർക്ക് ചെയ്യും. നമ്മൾ അടുത്ത ദിവസം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽസ് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് റെസിസ്റ്റൻസും ഇത് സപ്പോർട്ടാണ്. ഇപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്താലാണ് ബുള്ളിഷ് ട്രെൻഡ്, അത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെയറിഷ് ട്രെൻഡാണ്. ഇനി നമുക്ക് നോക്കാം. അതുപോലെ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ബൈ എടുക്കാം. റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് അവിടുന്ന് ഒരു സെൽ ട്രെൻഡ് കണ്ടാൽ നമുക്കൊന്ന് സെല് ചെയ്യാവുന്നതാണ്. ഇനി ഈ ലെവൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെയാണ്. ഓക്കെ, നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് വന്നു. മാർക്കറ്റ് താഴേക്ക് വരാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, നല്ല രീതിയിൽ ആ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തു മാർക്കറ്റ് താഴേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാൻഡിൽ വളരെ വലിയ ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ സെല്ലിങ് റിസ്ക് ആണ്. കാരണം നമ്മൾ സെല്ല് ചെയ്താൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് മുകളിലാണ് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ചാൻസ് നോക്കണം. ഓക്കെ, നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ എപ്പോഴാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ മാത്രം നമ്മൾ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. വീണ്ടും മാർക്കറ്റ് ആ ലെവലിൽ ടച്ച് ചെയ്തു കൊണ്ടോ മാർക്കറ്റ് താഴേക്ക് വരാണ്. മാർക്കറ്റ് ഇപ്പോൾ സപ്പോർട്ട് ലെവലിൽ ടച്ച് ചെയ്തു. ഓക്കെ, നമ്മുടെ ഇവിടെ സപ്പോർട്ട് ലെവലിൽ ടച്ച് ചെയ്തു. നല്ല രീതിയിലൊരു ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ എടുക്കാവുന്നതാണ്. നമ്മൾ ബൈ എടുത്താൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത് ഈ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇപ്പോൾ വീണ്ടും മാർക്കറ്റ് ആ ഒരു സപ്പോർട്ടിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് തിരിച്ചു കയറാണ്. ഓക്കെ, നല്ല രീതിയിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിവിടെ സപ്പോർട്ടിൽ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ട്രെയിൽ ചെയ്ത് വയ്ക്കാം. കാരണം ഒരു സിംഗിൾ ഇതിന് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വയ്ക്കാം. അതായത് മാർക്കറ്റ് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. നല്ല രീതിയിൽ ബുള്ളിഷ് ട്രെൻഡ് മനസ്സിലായി. അപ്പോൾ നമുക്കത് പൊസിഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് ഹോൾഡ് ചെയ്യാം. ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യണം. അതായത് ഈ ഒരു ഭാഗം, കാരണം അവിടുന്ന് റിവേഴ്സ് വന്നു, നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തു കണ്ടോ, ഇവിടുന്ന് റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ ബൈ ഉള്ള പൊസിഷൻ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് മാറണം. ഓക്കെ, ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് സെല്ല് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് സെല്ല് ചെയ്യാം. കാരണം ആ ഒരു റെസിസ്റ്റൻസിന് താഴെയാണ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ സ്റ്റോപ്പ് ലോസ് കണ്ടത് ഈ ഒരു ലെവൽസിന് മുകളിലായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. നമ്മളവിടെ സെല്ല് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽസിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ആണ്. ഈ മാർക്കറ്റ് അവിടെ താഴേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് റീടെസ്റ്റ് ചെയ്തു താഴേക്ക് വരാണ്. ഓക്കെ, മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഇതുവരെ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും നമ്മുടെ ആ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്ത് ചാർട്ടിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ചാർട്ടുകളൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അധികം ലൈൻ ലെവൽസ് മാർക്ക് ചെയ്തിരിക്കുന്നത് നല്ലത്. ജസ്റ്റ് സിമ്പിളായിട്ട് ഇതുപോലെ ലെവൽസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിങ് നല്ല ഈസി ആയേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.